നമസ്കാരം. ജനാധിപത്യത്തിൻ്റെ മഹോത്സവം നടക്കുകയാണ്. ഈ കാലഘട്ടത്തിൽ ഇന്ത്യ രാഷ്ട്രീയപരമായി എങ്ങനെ ചിന്തിക്കുന്നു എന്നാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ജേതാവും രാഷ്ട്രീയ നിരീക്ഷകനുമായ ശ്രീ ഗണേഷ് പുത്തൂരാണ്. നമസ്കാരം. ഗണേഷ്, രാഷ്ട്രീയപരമായി ഈ തെരഞ്ഞെടുപ്പ് ഏത് ദിശയിലേക്കാണ് പോകുന്നതെന്നാണ് ഗണേഷ് വിചാരിക്കുന്നത്? ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തിരഞ്ഞെടുപ്പാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഏകഘട്ടമായാണ് നമ്മുടെ ഈ ലോക്സഭാ ഇലക്ഷൻ നടക്കുന്നത്. 543 സീറ്റുകളിലേക്കാണ് ഈ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. ഇപ്പോൾ ഭരണകക്ഷിയായ BJP വളരെ ആത്മവിശ്വാസത്തോടെയാണ് ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. അബ് കി ബാർ 400 പാർ എന്നതാണ് അവരുടെ മുദ്രാവാക്യം. എതിർ കക്ഷികൾ സംഘടിതമായി ഇന്ത്യ അലയൻസ് INDIA സഖ്യം ആണ് എതിർ കക്ഷികളായി മത്സരിക്കുന്നത്. ഈ തെരഞ്ഞെടുപ്പിന്റെ പ്രത്യേകത വലിയ രീതിയിൽ ഈ രാജ്യത്തിന്റെ ഗതിവിഗതികളെ മാറ്റാൻ ഈ തെരഞ്ഞെടുപ്പിന് സാധിക്കും എന്നുള്ളതാണ്. 2 ടേമായി കണ്ടിന്യൂസ്ലി ഇപ്പോൾ NDA ഭരിച്ചുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഒരു ആന്റി ഇൻകംബൻസിയുടെ സാധ്യത നോർമലി നമുക്ക് തള്ളിക്കളയാൻ സാധിക്കില്ല. പക്ഷേ എൻ്റെ ഒരു അഭിപ്രായത്തിൽ BJPക്ക് വലിയ രീതിയിൽ ഒരു മുന്നേറ്റം ഉണ്ടാക്കാൻ ഈ തെരഞ്ഞെടുപ്പ് സാധിക്കും. പക്ഷേ 400 കടക്കുമോ എന്നത് ഒരു ചോദ്യചിഹ്നമാണ്. കാരണം BJP എന്ന രാഷ്ട്രീയ കക്ഷി ആകെ മത്സരിക്കുന്നത് 543 ആകെ മത്സരിക്കുന്നത് 441 സീറ്റുകളിലേക്കാണ്. ബാക്കി സഖ്യകക്ഷികളാണ് മത്സരിക്കുന്നത്. കോൺഗ്രസ് ഇവിടെ മത്സരിക്കുന്നത് 327 സീറ്റുകളാണ്. ബാക്കി അവർ മറ്റ് സഖ്യകക്ഷികൾക്കും നൽകുന്നു. BJPക്ക് പല സംസ്ഥാനങ്ങളിലും ഒരുപക്ഷെ സീറ്റുകൾ കുറഞ്ഞേക്കാം എന്ന ഒരു വിലയിരുത്തൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. മറ്റു പല സംസ്ഥാനങ്ങൾ, ബംഗാൾ, ഒഡീഷ ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ അതിൽ നഷ്ടം വരുന്ന സീറ്റ് നികത്താൻ പറ്റും എന്നും തോന്നുന്നുണ്ട്. ഒരു 300+ സീറ്റുകളിലേക്ക് BJPക്ക് എത്താൻ സാധിക്കുമെന്നാണ് തോന്നുന്നത്. ഇലക്ഷൻ ദേശീയ രാഷ്ട്രീയത്തിലായാലും കേരള രാഷ്ട്രീയത്തിലായാലും മലയാളികൾ ഏറ്റവും കൂടുതൽ കേരളത്തിൽ എന്ത് സംഭവിക്കാൻ പോകുന്നതാണ് കൂടുതൽ ചർച്ച ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. കേരളത്തിൽ ഈ പ്രാവശ്യം BJP അക്കൗണ്ട് തുറക്കുമോ? 6 ലോക്സഭാ സീറ്റുകളിലേക്കാണ് ആദ്യം BJP ഒരു ഫോക്കസ് ചെയ്ത മണ്ഡലങ്ങളായി പ്രഖ്യാപിച്ചത്. എ ക്ലാസ് മണ്ഡലങ്ങൾ എന്നാണ് അതിനെ പറഞ്ഞത്. തിരുവനന്തപുരം, ആറ്റിങ്ങൽ, പത്തനംതിട്ട, മാവേലിക്കര, പാലക്കാട്, തൃശൂർ, ഇങ്ങനെയാണ് 6 മണ്ഡലങ്ങൾ. BJP വിജയസാധ്യത കൽപ്പിക്കുകയും വലിയ രീതിയിൽ ഒരു മുന്നേറ്റം ഉണ്ടാക്കാൻ സാധിക്കും എന്നാണ് ഈ മണ്ഡലങ്ങളെ പറ്റി വിലയിരുത്തിയത്. പിന്നീട് മാവേലിക്കര സീറ്റ് BDJSന് നൽകിയത് കൊണ്ട് തന്നെ ആലപ്പുഴയായി പിന്നീട് എ ക്ലാസ് മണ്ഡലം. അതിനുശേഷമാണ് നല്ലൊരു സ്ഥാനാർത്ഥി പട്ടിക ഇത്തവണ പ്രഖ്യാപിക്കാൻ BJPക്ക് സാധിച്ചു. ആലപ്പുഴയിൽ ശോഭാ സുരേന്ദ്രൻ ഒരു സർപ്രൈസ് കാൻഡിഡേറ്റ് ആയിട്ട് വന്നു. തൃശ്ശൂരും തിരുവനന്തപുരത്തും കേന്ദ്രത്തിന്റെ സ്ഥാനാർത്ഥികൾ എന്ന രീതിയിൽ തൃശ്ശൂർ സുരേഷ് ഗോപിയും തിരുവനന്തപുരത്ത് രാജീവ് ചന്ദ്രശേഖറും എത്തി. രാജീവ് ചന്ദ്രശേഖർ ഒരു കേന്ദ്രമന്ത്രിയായിരുന്നു. അദ്ദേഹം ഒരു വലിയ വ്യവസായിയാണ്. അങ്ങനെ തിരുവനന്തപുരം പോലെ ഒരു ഹൈഫൈ മണ്ഡലത്തിൽ ഏറ്റവും നല്ല കാൻഡിഡേറ്റ് BJPക്ക് പ്രൊജക്ട് ചെയ്യാൻ പറ്റിയതും രാജീവ് ചന്ദ്രശേഖറിനെ തന്നെയാണ്. പ്രത്യേകിച്ച് അതിനു മുമ്പ് തന്നെ ജയശങ്കർ, നമ്മുടെ ഫോറിൻ മിനിസ്റ്റർ ജയശങ്കർ, അല്ലെങ്കിൽ ഫൈനാൻസ് മിനിസ്റ്റർ നിർമ്മല സീതാരാമൻ, ഇവരല്ലെങ്കിൽ പ്രധാനമന്ത്രിയുടെ പേര് തന്നെ ആദ്യം ഈ മണ്ഡലത്തിൽ മത്സരിക്കുമെന്ന് പറഞ്ഞിരുന്നു. മാധ്യമങ്ങളിൽ ഒരു ഊഹാപോഹം വന്നിരുന്നു. പക്ഷേ രാജീവ് ചന്ദ്രശേഖർ ഒരു ആപ്റ്റ് കാൻഡിഡേറ്റ് ആണ്. പക്ഷെ തിരുവനന്തപുരത്ത് ഞാൻ വിശ്വസിക്കുന്നത്, നമ്മൾ പൊതുവെ പറയും ഒരു ത്രികോണ മത്സരമാണ് എന്ന് പറയുമ്പോഴും അവിടെ ഒരു ഡയറക്റ്റ് ഫൈറ്റ് ആണ്. BJPയും കോൺഗ്രസും തമ്മിലുള്ള ഒരു ഡയറക്റ്റ് ഫൈറ്റ് ആണ് തിരുവനന്തപുരത്ത് സംഭവിച്ചത്. കാരണം പന്ന്യൻ രവീന്ദ്രൻ അദ്ദേഹം ഒരു അടിത്തറയുള്ള ഒരു നേതാവാണ്. പക്ഷേ തിരുവനന്തപുരം പോലെ ഒരു മണ്ഡലത്തിൽ അദ്ദേഹം അത്രത്തോളം അക്സെപ്റ്റബിൾ ആയിരിക്കും എന്നത് ഒരു ചോദ്യചിഹ്നമാണ്. കാരണം 2019 ലോക്സഭാ ഇലക്ഷനിൽ കുമ്മനം രാജശേഖരൻ അദ്ദേഹം മത്സരിച്ചപ്പോഴും 1 ലക്ഷത്തിൽ പരം വോട്ടുകൾക്കാണ് അദ്ദേഹം പരാജയപ്പെട്ടത്. അത് ആ ഒരു മണ്ഡലത്തിൽ, തിരുവനന്തപുരം മണ്ഡലത്തിന് ആപ്റ്റായ ഒരു സ്ഥാനാർത്ഥി അല്ല അദ്ദേഹം എന്ന ഒരു പെർസെപ്ഷൻ, ഒരു പബ്ലിക് പെർസെപ്ഷൻ ഉണ്ടായതുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത്. പിന്നെ തൃശ്ശൂരിന്റെ പ്രത്യേകത, സുരേഷ് ഗോപി എന്ന കാൻഡിഡേറ്റിലേക്ക് അവരുടെ ക്യാമ്പയിൻ, BJPയുടെ ക്യാമ്പയിൻ ഫോക്കസ് ചെയ്യപ്പെട്ടു. അദ്ദേഹം ഒരു സ്റ്റാർ ആണ്. പ്രത്യേകിച്ച് 2019 ലോക്സഭാ ഇലക്ഷനിലാണ് സുരേഷ് ഗോപി അദ്ദേഹം ആദ്യമായി മത്സരിക്കുന്നത്. അദ്ദേഹം വലിയ ഒരു മുന്നേറ്റം അദ്ദേഹത്തിന് കൊണ്ടുവരാൻ സാധിച്ചു. 2014 1 ലക്ഷം വോട്ട് ഉണ്ടായിരുന്ന BJPക്ക് 2019 ആയപ്പോൾ 2,93,000 വോട്ട്, ആ ഒരു വലിയ ജമ്പ് അദ്ദേഹത്തിന് കൊണ്ടുവരാൻ സാധിച്ചു. പിന്നെ 2019 മറ്റു ഫാക്ടറുകളും ഉണ്ടായിരുന്നു. ശബരിമല വലിയൊരു ഇഷ്യൂ ആയിരുന്നു. അത് 2024 എത്തുമ്പോൾ ആ ഒരു ശബരിമല ഒരു ഇഷ്യൂ അല്ല. പക്ഷേ പത്തനംതിട്ട ഉൾപ്പെടെയുള്ള മണ്ഡലങ്ങളിൽ BJPക്ക് നല്ല വോട്ട് പിടിക്കാൻ സാധിക്കും എന്നത് ഏകദേശം ഏറെക്കുറെ ഉറപ്പായ കാര്യമാണ്. പിന്നെ ആലപ്പുഴ ഒരു സർപ്രൈസ് മണ്ഡലം പോലെയാണ് എ ക്ലാസ്സിലേക്ക് ഉൾപ്പെട്ടത്. പ്രത്യേകിച്ച് വളരെ കുറവ് വോട്ട് മാത്രമേ ഉള്ളായിരുന്നു BJPക്ക്. 2014 എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 45,000 വോട്ട് മാത്രമേ
മാത്രമേ BJPക്ക് അവിടെ ഉണ്ടായിരുന്നുള്ളൂ. 2019 ആയപ്പോൾ ഡോക്ടർ KS രാധാകൃഷ്ണൻ ആയിരുന്നു അവിടെ NDAയുടെ സ്ഥാനാർത്ഥി, BJPയുടെ സ്ഥാനാർത്ഥി. അദ്ദേഹം 1,87,000 വോട്ട് അദ്ദേഹത്തിന് നേടാൻ സാധിച്ചു. പ്രത്യേകിച്ച് ശോഭാ സുരേന്ദ്രൻ എന്ന ഒരു പവർ പാക്ട് ഒരു സ്ഥാനാർത്ഥി വരുമ്പോൾ നാച്ചുറലി BJPക്ക് വലിയൊരു അഡ്വാൻറ്റേജ് ആണ്. 2024 തെരഞ്ഞെടുപ്പിൽ വലിയ രീതിയിൽ വോട്ട് സമാഹരിക്കാൻ ശോഭാ സുരേന്ദ്രന് സാധിക്കും. പ്രത്യേകിച്ച് SNDP യോഗത്തിന്റെ പിന്തുണയൊക്കെ അവർക്ക് വലിയ രീതിയിൽ ലഭിച്ചിരുന്നു ആലപ്പുഴയിൽ. അതുകൊണ്ട് തന്നെ BJP ശക്തമായ ഒരു മത്സരമാണ് ഇത്തവണ കാഴ്ചവെക്കുന്നത്. പക്ഷേ BJP അക്കൗണ്ട് തുറക്കുമോ എന്ന ഒരു ചോദ്യം, അത് BJPക്ക് സാധ്യതയുണ്ട്. കാരണം BJPക്ക് ഏറ്റവും കൂടുതൽ സാധ്യത കൽപ്പിക്കപ്പെടുന്നത് തൃശ്ശൂരാണ്. പ്രത്യേകിച്ച് ഇലക്ഷന്റെ കുറച്ച് ദിവസം മുമ്പ്, ഏപ്രിൽ 26 കുറച്ച് ദിവസങ്ങൾക്ക് മുൻപാണ് മുൻ മുഖ്യമന്ത്രി K കരുണാകരന്റെ മകൾ പത്മജ വേണുഗോപാൽ അവർ BJPയിലേക്ക് ചേർന്നത്. പത്മജ അവർ തൃശ്ശൂരിൽ വോട്ട് ബാങ്ക് ഉള്ള ആൾക്കാരാണ്. ഇവർ അടിത്തറയുള്ള ആൾക്കാരാണ്. അത് പത്മജ BJPയിലേക്ക് വന്നതിന് ശേഷം 50 പകരം യൂത്ത് കോൺഗ്രസ് ഭാരവാഹികൾ BJPയിലേക്ക് തൃശ്ശൂർ ചേർന്നിരുന്നു. ഇതൊക്കെ വളരെ ഒരു വലിയ മാറ്റമാണ് കേരളത്തിൽ സംഭവിക്കുന്നത്. ആക്ച്വലി ഒന്നാമത്തെ കാര്യം, BJP ഒരു തൊട്ടുകൂടായ്മ BJP എന്നും കേരളത്തിൽ അനുഭവിച്ചിട്ടുണ്ട്. ആ തൊട്ടുകൂടായ്മ ചെറുതായി മാറുന്നു എന്ന ഒരു സിംറ്റം കൂടിയാണിത്. പ്രത്യേകിച്ച് പത്മജയെ പോലെ ഒരു സ്റ്റാർ കാൻഡിഡേറ്റ് അല്ലെങ്കിൽ ഒരു സ്റ്റാർ പൊളിറ്റീഷ്യൻ BJPയിലേക്ക് വരുമ്പോൾ ആ ഒരു പബ്ലിക്കിലും BJPക്ക് ഒരു നല്ല ഇമേജ് ഇപ്പോൾ വരാൻ സാധിക്കും. ഇത്തവണത്തെ BJPയുടെ കാൻഡിഡേറ്റ് ലിസ്റ്റ്, സാധ്യതാ പട്ടിക വളരെ മികച്ചതായിരുന്നു. പുറത്തുനിന്ന് ഇപ്പോൾ ആലത്തൂർ മണ്ഡലത്തിൽ സരസു ടീച്ചറിനെ പോലെ ഒരു കാൻഡിഡേറ്റെ അവർക്ക് കൊണ്ടുവരാൻ സാധിച്ചു. തൃശ്ശൂരിൽ സുരേഷ് ഗോപിയുണ്ട്. തിരുവനന്തപുരത്ത് കേന്ദ്രമന്ത്രി കൂടിയായ രാജീവ് ചന്ദ്രശേഖർ ഉണ്ട്. ആലപ്പുഴയെ ഒരു സർപ്രൈസ് കാൻഡിഡേറ്റ് എന്ന രീതിയിൽ ശോഭാ സുരേന്ദ്രനെ കൊണ്ടുവന്നു. ആദ്യം A ക്ലാസ് മണ്ഡലത്തിൽ മാവേലിക്കര ആണ് ഉൾപ്പെടുത്തിയിരുന്നത്. അത് പിന്നീട് ആ സീറ്റ് BDJSന് നൽകിയത് കൊണ്ട് തന്നെ ആലപ്പുഴ ഒരു A ക്ലാസ് മണ്ഡലം ആക്കി ഉയർത്തി. കാരണം ആലപ്പുഴയിൽ വോട്ട് കൂടുതൽ സമാഹരിക്കും എന്ന ഒരു ചിന്ത BJP നേതൃത്വത്തിന് ഉണ്ടായി. താഴ്ത്തട്ടിലും അത് പ്രതിഫലിക്കുന്നുണ്ട്. പക്ഷേ കേരളത്തിൽ BJP ഇത്തവണ അക്കൗണ്ട് തുറക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ആ സാധ്യത ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്നു, എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ, അത് തൃശ്ശൂർ ആണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇലക്ഷന് ശേഷം എല്ലാ രാഷ്ട്രീയ നിരീക്ഷകരും മാധ്യമങ്ങളും പറഞ്ഞത് തൃശ്ശൂർ BJP അക്കൗണ്ട് തുറക്കില്ല എന്നാണ്. തിരുവനന്തപുരത്താണ് BJPക്ക് ഏറ്റവും അധികം സാധ്യത കൽപ്പിക്കുന്നത്. എന്നാൽ ഗണേഷ് പറയുന്നത് തിരുവനന്തപുരത്തെക്കാളും സാധ്യത തൃശ്ശൂർ തന്നെയാണെന്ന്. ഞാൻ മനസ്സിലാക്കുന്നത് തിരുവനന്തപുരത്തെ ഒരു ത്രികോണ മത്സരമല്ല, BJPയും കോൺഗ്രസും തമ്മിലുള്ള ഒരു ഡയറക്റ്റ് ഫൈറ്റ് ആണ് തിരുവനന്തപുരത്ത് നടക്കുന്നത്. അതിന്റെ കാരണം എന്താണെന്ന് വെച്ചാൽ, പന്ന്യൻ രവീന്ദ്രൻ CPIയുടെ സ്ഥാനാർത്ഥി, അദ്ദേഹം ശക്തനായ ഒരു കാൻഡിഡേറ്റ് ആണ്. അദ്ദേഹത്തിന് ശക്തമായ അടിത്തറയുണ്ട്, രാഷ്ട്രീയമായ തിരുവനന്തപുരത്ത് തന്നെ MP ആയിട്ടുണ്ട്. പക്ഷേ ഇന്നത്തെ തിരുവനന്തപുരത്തിന് ഒരു ആപ്റ്റ് ആയിട്ടുള്ള കാൻഡിഡേറ്റ് അല്ല അദ്ദേഹം എന്ന ഒരു പബ്ലിക് പെർസെപ്ഷൻ അവിടെയുണ്ട്. അതുകൊണ്ട് തന്നെ CPI ഒരു വലിയ ഫാക്ടർ അല്ല തിരുവനന്തപുരത്ത്. പ്രത്യേകിച്ച് കോൺഗ്രസ് ഡോക്ടർ ശശി തരൂരിനെ പ്രൊജക്ട് ചെയ്യുന്നു. BJP രാജീവ് ചന്ദ്രശേഖർ, അദ്ദേഹം ഒരു കേന്ദ്രമന്ത്രി കൂടിയാണ്, വലിയ ഒരു വ്യവസായിയാണ്. അദ്ദേഹത്തിന് ഏഷ്യാനെറ്റ് പോലുള്ള വലിയ മാധ്യമ സ്ഥാപനങ്ങൾ സ്വന്തമായുണ്ട്. അപ്പോൾ ഇതുപോലെ ഹൈ പ്രൊഫൈൽ ആയിട്ടുള്ള 2 പേര് നിൽക്കുമ്പോൾ പന്ന്യൻ രവീന്ദ്രൻ എന്ന ഒരു സ്ഥാനാർത്ഥി അവിടെ അപ്രസക്തനാവുന്നു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അദ്ദേഹത്തിന്റെ ഒരു വീഡിയോ കാണാനിടയിൽ, അദ്ദേഹം അവിടെ പാർട്ടി ഓഫീസിലാണ് താമസിക്കുന്നത്, അദ്ദേഹം രാവിലെ കട്ടൻ ചായ കുടിക്കുന്നു. പക്ഷേ ഇത് ഒരു പുതിയ തിരുവനന്തപുരത്തിന് ഇത് എത്രത്തോളം അക്സെപ്റ്റബിൾ ആണ്, ഇതിൽ വലിയൊരു ഫാക്ടർ ആണ് എന്ന് എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ടാണ് തൃശ്ശൂര് വലിയൊരു ഫാക്ടറായിട്ട് BJPക്ക് കുറെ കൂടെ സാധ്യത അവിടെ ഞാൻ കൽപ്പിക്കുന്നു. അതുകൊണ്ടാണ്. അത് മാത്രമല്ല, 2019ലും 2024ലും സുരേഷ് ഗോപി തന്നെയാണ് അവിടെ സ്ഥാനാർത്ഥി. 2019ൽ വലിയ വോട്ട് മുന്നേറ്റം അദ്ദേഹത്തിന് അവിടെ കൊണ്ടുവരാൻ സാധിച്ചു. അതുകൊണ്ടാണ് തൃശ്ശൂർ ഞാൻ പറയുന്നത്. BJPയുടെ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട് നമ്മൾ എപ്പോഴും കേൾക്കാറുള്ള ഒരു പദമാണ് A+ മണ്ഡലങ്ങൾ. BJP 2019 മുതലാണ് A+ മണ്ഡലങ്ങൾ എന്ന് പറഞ്ഞ് നമ്മൾ കേൾക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലെ 2019 തെരഞ്ഞെടുപ്പിലെ A+ മണ്ഡലങ്ങളിൽ ഏറ്റവും മികച്ച സ്ഥാനാർത്ഥികളെയാണ് നിർത്തിയത്. ഈ സ്ഥാനാർത്ഥികളിൽ ഏറ്റവും നന്നായിട്ട് പെർഫോം ചെയ്തിരുന്ന സ്ഥാനാർത്ഥികളെ ആ മണ്ഡലത്തിൽ തന്നെ നിലനിർത്തുകയായിരുന്നെങ്കിൽ, ആ 5 വർഷം അവിടെ തന്നെ അവർ പ്രവർത്തിക്കുകയായിരുന്നെങ്കിൽ ഈ വർഷം അവർക്ക് വിജയിക്കാൻ സാധിക്കുമായിരുന്നില്ലേ? ഈ വർഷം ആകെ നടന്നത് തൃശ്ശൂർ മാത്രമാണ് വീണ്ടും അതേ മണ്ഡലത്തിൽ തന്നെ ആ സ്ഥാനാർത്ഥി മത്സരിക്കുന്ന ഒരു കാര്യമുണ്ടായത്. എന്തുകൊണ്ടാണ് BJPക്ക് ഇത് പ്രാവർത്തികമാക്കാൻ പറ്റാതെ പോകുന്നത്?
ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണത്. കാരണം ഒരു സ്ഥാനാർത്ഥി ആ മണ്ഡലത്തിൽ പരാജയപ്പെട്ടാലും അദ്ദേഹം ആ നാട്ടിൽ നിന്നുകൊണ്ട് പ്രവർത്തിക്കുക എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു ഫാക്ടറാണ്. അതിലൊരു ഉദാഹരണമാണ് 2016 കേരളത്തിന്റെ അസംബ്ലി തെരഞ്ഞെടുപ്പിൽ BJPക്ക് ആദ്യമായി അക്കൗണ്ട് തുറക്കാൻ സാധിച്ചിരുന്നു. അവിടെ ജയിച്ചത് O രാജഗോപാലാണ്. അന്ന് അവിടെ പരാജയപ്പെട്ടത് CPMന്റെ ശിവൻകുട്ടിയാണ്. പക്ഷേ 2021 ആയപ്പോൾ അതേ മണ്ഡലത്തിൽ ശിവൻകുട്ടി ജയിച്ചു. കാരണം അദ്ദേഹം ആ മണ്ഡലത്തിൽ നിന്നും അദ്ദേഹം പ്രവർത്തിച്ചു, ജനങ്ങളുടെ വിഷയങ്ങളിൽ ഇടപെട്ടു, അദ്ദേഹം ജയിച്ചു. കേരള BJP ഈ തെരഞ്ഞെടുപ്പുകളിൽ ഒന്നും ഒരു പാറ്റേൺ ഇല്ലാതെയാണ് പോകുന്നത്. അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ 2019 A+ മണ്ഡലങ്ങൾ, A കാറ്റഗറി മണ്ഡലങ്ങളിൽ വലിയ മുന്നേറ്റം BJPക്ക് കൊണ്ടുവരാൻ സാധിച്ചു. അത് നാഷണൽ ട്രെൻഡിന് അനുകൂലമായി കേരളം പോകുന്നത് കൊണ്ടാണ് BJPക്ക് ഈ മുന്നേറ്റം കൊണ്ടുവരാൻ സാധിക്കുന്നത്. ഇപ്പോൾ അന്ന് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ടത് ആറ്റിങ്ങൽ മണ്ഡലത്തിൽ BJP പിടിച്ച വോട്ടുകളാണ്. അന്ന് ശോഭാ സുരേന്ദ്രനായിരുന്നു അവിടെ സ്ഥാനാർത്ഥി. 25% വോട്ട് അവർ നേടാൻ സാധിച്ചു. രാഷ്ട്രീയ കേന്ദ്രങ്ങളിലെല്ലാം വലിയ ഞെട്ടലാണ് അവിടെ അന്ന് ഉണ്ടായിരുന്നത്. കാരണം തിരുവനന്തപുരം BJP ശക്തമായ ഒരു സാന്നിധ്യം തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിലുണ്ട്. പക്ഷെ ആറ്റിങ്ങൽ കൂടി അങ്ങനെ കൊണ്ടുവരാൻ ശോഭാ സുരേന്ദ്രൻ എന്ന ഒറ്റയാൾ പട്ടാളത്തിന് സാധിച്ചു എന്ന് പറയുന്നത് എല്ലാവരും ഒരു ആശ്ചര്യം ഉളവാക്കിയിരുന്നു. പക്ഷേ പിന്നീട് അവരവിടെ നിൽക്കാതെ അവരുടെ ഒരു ഏരിയ അതായില്ല. പിന്നീട് 2024 അവർ മത്സരിക്കുന്നത് ആലപ്പുഴയിൽ വന്നാണ്. ആലപ്പുഴയിൽ ഒരു വലിയ വോട്ട് വർധന ഉണ്ടാക്കും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. അവർ നല്ലൊരു കാൻഡിഡേറ്റ് ആണ്. പക്ഷേ അതേ മണ്ഡലത്തിൽ നിന്ന് അവിടുത്തെ ജനങ്ങളായി ബന്ധപ്പെട്ട് അങ്ങനെ ഉണ്ടാവുന്ന ഒരു ഗ്രാജുവൽ ഗ്രോത്ത് ഉണ്ട്. അതിനുള്ള സാധ്യത കേരള BJP ഇതുവരെ അത് പ്രയോഗിച്ചിട്ടില്ല. പക്ഷേ തൃശ്ശൂര് സുരേഷ് ഗോപി അങ്ങനെ ആയതുകൊണ്ട് ഇപ്പൊ 2019 ലോക്സഭ ഇലക്ഷൻ അദ്ദേഹം മത്സരിച്ചു. 2021 അസംബ്ലി തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം മത്സരിച്ചു. അദ്ദേഹം വെറും 4000 വോട്ടിനാണ് അദ്ദേഹത്തിന് പരാജയപ്പെട്ടത്. അദ്ദേഹം 2024 അദ്ദേഹം അതേ മണ്ഡലത്തിൽ മത്സരിക്കുന്നു. അപ്പോൾ ഇങ്ങനെ സംഭവിക്കുമ്പോൾ ജനങ്ങളുമായ ഒരു ബന്ധം അദ്ദേഹത്തിന് ഉണ്ടാവുന്നുണ്ട്. അദ്ദേഹം ആ മണ്ഡലത്തിൽ പ്രവർത്തിക്കുന്നു. അദ്ദേഹം രാജ്യസഭ MP ആയിരുന്നപ്പോൾ അദ്ദേഹത്തിന്റെ ആദർശ് ഗ്രാം പദ്ധതി വഴി ഒരു ഗ്രാമത്തെ അഡോപ്റ്റ് ചെയ്തു, അവിടെ വികസന പ്രവർത്തനങ്ങൾ നടത്തുന്നു. അങ്ങനെ ജനങ്ങളുമായി ബന്ധപ്പെട്ട് അദ്ദേഹം അവിടെ നിൽക്കുന്നുണ്ട്. കേരള BJP പ്രാവർത്തികമാക്കേണ്ട ഒന്നാണ് ഈ ഇലക്ഷന് പരാജയപ്പെടുന്ന കാൻഡിഡേറ്റ്സിനെ ആ മണ്ഡലത്തിൽ തന്നെ പ്രവർത്തിക്കാൻ വിട്ട് 2029 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അവരെ തന്നെ അവിടെ കാൻഡിഡേറ്റ് ആക്കുക. അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടിയാണ്. ശരിയാണ്. ഒരുപക്ഷെ അത് ശരിക്കും ഫലവത്തായിട്ട് തൃശ്ശൂർ നടന്നിട്ടുണ്ട്, അത് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ നമുക്കിനി BJPയിൽ നിന്ന് LDFിലേക്ക് പോയി കഴിഞ്ഞാൽ തെരഞ്ഞെടുപ്പിന് ശേഷം ആദ്യം വെടിപൊട്ടിച്ചത് LDF ആണ്. അവർ സംസ്ഥാന കമ്മിറ്റി കൂടി തീരുമാനിച്ചിരിക്കുന്നത് 14 സീറ്റ് കേരളത്തിൽ LDFന് കിട്ടുമെന്നാണ്. എങ്ങനെയാണ് ഈ പ്രാവശ്യം 14 സീറ്റ് കിട്ടാൻ സാധ്യതയുണ്ടോ? കേരളത്തിൽ പ്രത്യേകിച്ച് ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ അവിടെ ഒരു നാച്ചുറൽ അഡ്വാൻറ്റേജ് UDFനുണ്ട്. കാരണം ദേശീയ തലത്തിൽ ഫൈറ്റ് BJPയും കോൺഗ്രസും തമ്മിലായതുകൊണ്ട് തന്നെ കോൺഗ്രസിന് വലിയ അഡ്വാൻറ്റേജ് ഉണ്ട്. പിന്നെ വേറൊരു പ്രശ്നം, കേരള സർക്കാർ ഇപ്പോൾ 2 ടേം ആയിട്ട് 2016 2021 LDF ആണ് ജയിച്ചിരിക്കുന്നത്. നാച്ചുറലി പ്രത്യേകിച്ച് കേരളത്തെ പറ്റി പറഞ്ഞുകൊണ്ടിരുന്നത് 5 വർഷം കൂടുമ്പോൾ സർക്കാരുകൾ മാറുന്ന ഒരു സംസ്ഥാനമായിരുന്നു കേരളം. പക്ഷേ 2021 വീണ്ടും LDF അധികാരത്തിൽ വന്നു. പക്ഷേ ഇപ്പോൾ കേരളത്തിൽ വലിയൊരു ആന്റി ഇൻകംബൻസി സ്റ്റേറ്റ് ഗവൺമെന്റിനെതിരെ ഉണ്ട് എന്നത് നിസ്സംശയം പറയാൻ സാധിക്കും. അപ്പോൾ പ്രത്യേകിച്ച് ഈ ക്ഷേമ പെൻഷൻ 1600 രൂപയുടെ ക്ഷേമ പെൻഷൻ പല മാസങ്ങളിൽ ലഭിക്കാതെ വരുന്നു. ഇത് വലിയൊരു ടോക്കിംഗ് പോയിന്റ് ആയിട്ടുണ്ട്. പ്രത്യേകിച്ച് താഴ്ത്തട്ടിലുള്ള മനുഷ്യർക്ക്, അവർക്ക് ചില പ്രായമുള്ളവർക്ക്, അവർക്ക് ഇതൊക്കെ കൊണ്ടാണ് പലരും മരുന്ന് വാങ്ങുന്നത്. അപ്പോൾ അതിൽ ലഭിക്കാതെ വന്നു. ഇപ്പോൾ കേരള സർക്കാർ പറയുന്നുണ്ട് കേന്ദ്ര സർക്കാരാണ് കേരളത്തെ ഫൈനാൻഷ്യലി സ്ക്യൂസ് ചെയ്തുകൊണ്ടിരിക്കുക എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ താഴ്ത്തട്ടിലെ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഈ പെൻഷൻ തുക നൽകുന്നത് കേരള സർക്കാരാണ്. അവരാണ് മുടക്കം വരുത്തിയിരിക്കുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെ ചിന്തിക്കുമ്പോൾ വലിയൊരു ആന്റി ഇൻകംബൻസി, പ്രത്യേകിച്ച് വലിയ രീതിയിലുള്ള അഴിമതി ആരോപണങ്ങൾ വന്നു. പ്രത്യേകിച്ച് പൊളിറ്റിക്കലി ഒരുപാട് കോൺട്രോവേഴ്സീസ് ഉണ്ട്. അങ്ങനെ വരുമ്പോൾ കേരള സർക്കാരിനെതിരെ അല്ലെങ്കിൽ CPMനെതിരെ ഒരു ജനരോക്ഷം ഉണ്ട് താഴെത്തട്ടിൽ. അത് വോട്ടെടുപ്പിൽ വലിയ രീതിയിൽ പ്രതിഫലിക്കുന്നുണ്ട്. പിന്നെ ഇതിനകത്തൊരു വലിയൊരു ഫാക്ടർ, എല്ലാ മണ്ഡലങ്ങളിലും BJP വോട്ട് വർദ്ധിപ്പിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ എവിടെ നിന്നാവും ഈ വോട്ട്, LDFന്റെയും UDFന്നാണോ ഈ വോട്ട് പോകുന്നത് എന്നതിനനുസരിച്ച് ഇരിക്കും സീറ്റുകൾ ഫൈനൽ ടാലി അതിനെ ബേസ് ചെയ്തിരിക്കും. പക്ഷേ
വളരെ കുറച്ച് മണ്ഡലങ്ങളിലെ CPM-ന് അല്ലെങ്കിൽ LDF-ന് സാധ്യത കൽപ്പിക്കാനാവും. ഇപ്പോൾ ആറ്റിങ്ങൽ സാധ്യതയുള്ള ഒരു മണ്ഡലമാണ്. അവിടെ നല്ലൊരു ഫൈറ്റാണ്. അദ്ദേഹം ജോയ് എന്ന് പറയുന്ന അദ്ദേഹം അവിടുത്തെ MLA ആണ്, CPM-ന്റെ അവിടുത്തെ ജില്ലാ സെക്രട്ടറിയാണ്. അദ്ദേഹം നല്ലൊരു കാൻഡിഡേറ്റ് ആണ്. പിന്നെ ആലപ്പുഴയിലേക്കൊക്കെ വരുമ്പോൾ ശോഭാ സുരേന്ദ്രന് ഇഴവ കമ്മ്യൂണിറ്റിയുടെ വോട്ട് അവരിലേക്ക് എത്തിക്കാൻ സാധിക്കുകയാണെങ്കിൽ LDF അവിടെ മുന്നേറ്റം നടത്തുക എന്നുള്ളത് ബുദ്ധിമുട്ടാണ്. പ്രത്യേകിച്ച് KC വേണുഗോപാൽ ഒരു നല്ല കാൻഡിഡേറ്റ് ആണ്. അദ്ദേഹം ആലപ്പുഴയെ പ്രതിനിധീകരിച്ച് ലോക്സഭയിൽ ഉണ്ടായിരുന്ന ആളാണ്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ പ്രത്യേകിച്ച് വടകര CPM-നെ ജയിച്ച് കയറാവുന്ന ഒരു സ്ഥലമായിരുന്നു. പക്ഷേ അവസാനം ഇലക്ഷന് ശേഷം അവിടെ വന്ന വിവാദങ്ങൾ, പ്രത്യേകിച്ച് ഷാഫി പറമ്പിൽ വർഗീയ രീതിയിലുള്ള പ്രചരണം അവിടെ നടത്തി എന്നൊക്കെയുള്ള ഒരു പരാമർശങ്ങളും അങ്ങനെ വിവാദങ്ങളും ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ. അപ്പോൾ അങ്ങനെ വലിയ ഒരു ഇഷ്യൂ ഉണ്ട്, പല ലോക്സഭാ മണ്ഡലങ്ങളിലും അങ്ങനെയുണ്ട്. അപ്പോൾ ഈ 14 എന്നത് വളരെ അംബീഷ്യസ് ആയിട്ടുള്ള ടാർഗറ്റ് ആണ്. അതിലേക്ക് എത്താൻ സാധ്യത ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഏതൊക്കെ മണ്ഡലം വിജയിക്കാൻ സാധ്യതയുണ്ട് LDF-ന് ഏറ്റവും സാധ്യത ഞാൻ കാണുന്നത് ആറ്റിങ്ങൽ മണ്ഡലത്തിലാണ്. പിന്നെ വടകര, ഈ ഒരു പ്രശ്നം അവിടെ വർഗീയ ധ്രുവീകരണം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അവിടെ ശൈലജ ടീച്ചറിനെ ജയിക്കാൻ സാധിക്കില്ല. പക്ഷേ കണ്ണൂര് ഒരു നല്ല ഒരു മണ്ഡലമാണ് LDF സംബന്ധിച്ചിടത്തോളം. പ്രത്യേകിച്ച് BJP-യുടെ NDA-യുടെ സ്ഥാനാർത്ഥി നേരത്തെ UDF-ൽ അദ്ദേഹം കോൺഗ്രസിൽ പ്രവർത്തിച്ചിരുന്ന ഒരാളാണ്. അപ്പോൾ കണ്ണൂർ മണ്ഡലം ജയിക്കാൻ സാധ്യത കൽപ്പിക്കാം. ഇതാണ് ഈ 2 മണ്ഡലങ്ങളാണ് LDF-നെ സംബന്ധിച്ചിടത്തോളം ജയിക്കാനുള്ള സാധ്യത ഇപ്പോൾ ഞാൻ കാണുന്നത്. കോട്ടയം ജില്ലയെ സംബന്ധിച്ച് കോൺഗ്രസോ CPM-ഓ BJP-യോ ഒന്നുമല്ല, കേരള കോൺഗ്രസ് മാണിയാണ് കോട്ടയം ജില്ലയെ സംബന്ധിച്ച്. അപ്പോൾ ഈ കേരള കോൺഗ്രസ് മാണിയും കോട്ടയത്ത് ജയിക്കില്ലെന്നാണോ പറയുന്നത്? അതിനുള്ള സാധ്യതയാണ് കാണുന്നത്. കാരണം ഒന്ന്, ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ലോക്സഭ ഇലക്ഷന് UDF-നുള്ള ഒരു അഡ്വാൻറ്റേജ് അവിടെ ഉണ്ട്. പിന്നെ സ്റ്റേറ്റ് ഗവൺമെന്റിനെതിരായ ഒരു ആന്റി ഇൻകംബൻസി, ഇത് രണ്ടും എല്ലാ മണ്ഡലങ്ങളിലും ഇത് വർക്കൗട്ട് ആകും എന്നാണ് എനിക്ക് തോന്നുന്നത്. അത് മാത്രമല്ല, ഇവിടെ കോട്ടയത്തെ BDJ സ്ഥാനാർത്ഥി തുഷാർ വെള്ളാപ്പള്ളിയാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിലേക്ക് ഇഴവ വോട്ടിന്റെ ഒരു കൺസോളിഡേഷൻ ഉണ്ടാവും. ഇഴവ വോട്ട് ട്രഡീഷണലി LDF-ലേക്ക് പോയിക്കൊണ്ടിരുന്ന ഒരു വോട്ടാണ്. അത് NDA-ലേക്ക് വരുമ്പോൾ അതിന്റെ നഷ്ടം സംഭവിക്കാൻ പോകുന്നത് LDF-നാണ് എന്ന് വിലയിരുത്താം. ഓക്കെ, UDF-ലേക്ക് വന്നാൽ UDF-ൽ കഴിഞ്ഞ പ്രാവശ്യം 19 സീറ്റാണ് UDF നേടിയത്. ഈ പ്രാവശ്യം എത്ര സീറ്റ് നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്? ജയിക്കുന്ന അവിടെ നിൽക്കട്ടെ, എത്ര എണ്ണം നഷ്ടപ്പെടാൻ സാധ്യത ഉണ്ടെന്ന് പറയുകയാണെങ്കിൽ എത്ര പേർ വിജയിക്കുമെന്ന് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാലോ. എത്ര എണ്ണം UDF-ന് നഷ്ടപ്പെടാൻ സാധ്യതയുണ്ടെന്നാണ് വിശ്വസിക്കുന്നത്? 2019 ഏറ്റവും വലിയ ഫാക്ടർ ശബരിമല ഇഷ്യൂ ആയിരുന്നു. ശബരിമല ഇഷ്യൂ BJP-ക്കും വലിയ രീതിയിൽ അത് പ്രയോജനപ്പെട്ടു. കോൺഗ്രസിനാണ് ഏറ്റവും കൂടുതൽ പ്രയോജനം അതുകൊണ്ട് ലഭിച്ചത്. അപ്പോൾ അതുപോലെ ഒരു വൈകാരിക ഇഷ്യൂ 2024 ഇല്ല. ആകെ പ്രത്യേകിച്ച് ന്യൂനപക്ഷ വിഭാഗങ്ങൾക്കിടയിൽ ഒരു ഇഷ്യൂ ഉണ്ടാകാൻ സാധ്യതയുള്ള CAA, സിറ്റിസൺഷിപ്പ് അമെൻഡ്മെന്റ് ആക്ട് ആയിരുന്നു. പക്ഷെ അതും ഇലക്ഷന്റെ സമയത്ത് അതൊരു വലിയ ചർച്ചയൊന്നും ആയില്ല. അപ്പോൾ പ്രത്യേകിച്ച് സിറ്റിംഗ് MP-മാരാണ് കോൺഗ്രസിന്റെ മത്സരിച്ചത്, വടകരയിലും തൃശ്ശൂരും ഒഴിച്ച്. വടകരയിൽ മറ്റൊരു കാൻഡിഡേറ്റ് ആണ് ഷാഫി പറമ്പിൽ എന്ന ഒരു പാലക്കാട് MLA ആണ് അങ്ങോട്ട് കൊണ്ടുവന്നത്. പിന്നെ തൃശ്ശൂരെ സിറ്റിംഗ് MP ആയിട്ടുള്ള പ്രതാപനെ അവിടെ നിന്ന് മാറ്റി മുരളീധരനെ അങ്ങോട്ട് കൊണ്ടുപോന്നു. അതൊരു തെറ്റായ തീരുമാനമാണെന്നാണ് ഇപ്പോൾ തൃശ്ശൂരിൽ നിന്നുള്ളവരൊക്കെ സംസാരിക്കുമ്പോൾ അതാണ്. പ്രത്യേകിച്ച് പ്രതാപനെ മാറ്റേണ്ട ഒരു ആവശ്യമില്ലായിരുന്നു. പ്രത്യേകിച്ച് അത് മാത്രമല്ല, മുരളീധരനെ അങ്ങോട്ട് കൊണ്ടുവന്നത് ഇപ്പോൾ നേമത്ത് BJP-യുടെ അക്കൗണ്ട് പൂട്ടിക്കാനായിരുന്നു മുരളീധരൻ ഒരു സ്ഥാനാർത്ഥിയാണ്, K മുരളീധരൻ സ്ഥാനാർത്ഥിയായത്. അതുപോലെ BJP-യെ ജയിക്കാൻ സമ്മതിക്കാതിരിക്കാനാണോ മുരളീധരൻ തൃശ്ശൂര് ഒരു സ്ഥാനാർത്ഥിയായത് എന്നതും ചോദിച്ചവരുണ്ട്. അപ്പോൾ തൃശ്ശൂര് നേരത്തെ പറഞ്ഞതുപോലെ, കണ്ണൂര്, പിന്നെ ആറ്റിങ്ങല് നല്ല സ്ഥാനാർത്ഥിയാണ്. അടൂർ പ്രകാശൻ അവിടെ ശക്തനായ ഒരു സ്ഥാനാർത്ഥിയാണ്. പക്ഷേ ഒരു ചെറിയ മാർജിനിൽ അദ്ദേഹത്തിന് പരാജയപ്പെടാനുള്ള സാധ്യത ഉണ്ട് എന്ന് കൽപ്പിക്കാം. അപ്പോൾ ഈ 3 മണ്ഡലങ്ങളാണ് കോൺഗ്രസിന് ഇത്തവണ ലഭിക്കാതിരിക്കാനുള്ള സാധ്യത കാണുന്നത്. പഴയ കോൺഗ്രസ് അല്ല, പുതിയ കോൺഗ്രസ്. ഏറ്റവും നല്ല അടിത്തറയുള്ള പാർട്ടി ഏതെന്ന് ചോദിച്ചാൽ അത് CPM ആണ്. ഏറ്റവും നന്നായിട്ട് സംഘടന ചലിപ്പിക്കുന്നത് LDF ആണ്. അപ്പോൾ ഈ LDF-ഉമായിട്ട് കമ്പയർ ചെയ്യുമ്പം UDF-ന് ഈ പറഞ്ഞത് ഒന്നും തന്നെ അവകാശപ്പെടാനില്ല പുതിയ കോൺഗ്രസിന്. പിന്നെ എന്തുകൊണ്ടാണ് ഈ വിജയം ഇവർക്ക് തുടരെ ലഭിക്കാൻ കാരണം?
ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇത് ലോക്സഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പാണ്. ഇത് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പോ സംസ്ഥാന തെരഞ്ഞെടുപ്പോ അല്ല. ലോക്സഭയിൽ BJPക്ക് എതിരെ ശക്തമായി നിൽക്കാൻ പറ്റുന്നത് കോൺഗ്രസിനാണ് എന്നത് അസന്നിഗ്ധമായി പറയാൻ പറ്റിയ ഒരു കാര്യമാണ്. ഇപ്പോൾ ഇപ്പോൾ ഏറ്റവും കൂടുതൽ കേഡർമാരുള്ള പാർട്ടി കേരളത്തിൽ CPM ആണ്, അതിൽ ഒരു സംശയവും വേണ്ട. പിന്നെ ഒരുപക്ഷെ കേഡർമാരുടെ സംഖ്യ എടുക്കുകയാണെങ്കിൽ BJPക്കും കേഡർമാരുണ്ട്. കോൺഗ്രസിന് കേഡർ പാർട്ടി അല്ല കോൺഗ്രസ്. അതിനെ ഒരു സെമി കേഡർ പാർട്ടി ആക്കാനൊക്കെ ശ്രമം KPCC അധ്യക്ഷൻ K. സുധാകരന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിരുന്നു. പക്ഷേ കോൺഗ്രസിന്റെ ഒരു കൾച്ചർ, കോൺഗ്രസിന്റെ ഒരു സ്വഭാവം അങ്ങനെയല്ല. അപ്പോൾ ഒന്നാമത്തെ കാര്യം, ഒരു തെരഞ്ഞെടുപ്പിനെ നിയന്ത്രിക്കുന്നത് പാർട്ടി കേഡർമാരുടെ വോട്ടുകളല്ല. വലിയൊരു ശതമാനം രാഷ്ട്രീയ പാർട്ടികളുമായി ബന്ധമില്ലാതെ ഫ്ലോട്ടിംഗ് വോട്ടേഴ്സ് എന്ന് പറയും പൊളിറ്റിക്കൽ ടെർമിനോളജിയിൽ. എന്ന് വെച്ചാൽ അവർ ഒരു തെരഞ്ഞെടുപ്പിൽ ഒരു പാർട്ടിക്ക് വോട്ട് ചെയ്യും, അടുത്ത തെരഞ്ഞെടുപ്പിൽ അവർ വേറൊരു പാർട്ടിക്ക് വോട്ട് ചെയ്യും. അവർ ഇഷ്യൂ ബേസ്ഡ് ആയിരിക്കും. അവർക്ക് എന്തെങ്കിലും ഒരു ഇഷ്യൂവിന്റെ പുറത്തായിരിക്കും ഓരോ പാർട്ടിയും അവർ സപ്പോർട്ട് ചെയ്യുക. അതുകൊണ്ട് തന്നെ ഒരു തെരഞ്ഞെടുപ്പിൽ ഇപ്പോൾ 2019 19 സീറ്റ് ജയിച്ചാണ് UDF കേരളത്തിൽ നിന്ന് പോയത്. പക്ഷെ 2021 ആയപ്പോൾ വലിയൊരു വിജയം LDFന് കിട്ടി. 2020 തദ്ദേശ തെരഞ്ഞെടുപ്പിലും LDFനാണ് വലിയ മികച്ച മുന്നേറ്റം ഉണ്ടാകാൻ സാധിച്ചത്. അപ്പോൾ 2024 ഈ ജനങ്ങൾ ഒരുപക്ഷെ BJPക്കെതിരെയുള്ള വികാരം ഫലപ്രദമായി അവർക്ക് വിനിയോഗിക്കാൻ സാധിക്കുക UDFന് വോട്ട് ചെയ്യുക വഴിയാണ് എന്ന ഒരു ചിന്ത അവർക്കുണ്ടാവും. അതുകൊണ്ടാണ് അവർ UDFലെ പ്രിഫർ ചെയ്യുക LDFനേക്കാളും. പക്ഷെ അടുത്ത തദ്ദേശ തെരഞ്ഞെടുപ്പിലോ അല്ലെങ്കിൽ 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിലോ അവർ ഒരുപക്ഷെ മറ്റൊരു രാഷ്ട്രീയ പാർട്ടിക്ക് വോട്ട് ചെയ്തേക്കാം. അത് അൺപ്രഡിക്റ്റബിൾ ആണ്. അപ്പോൾ ഇതുകൊണ്ടാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഈ സംഘടനാ സംവിധാനം ഒന്നുമില്ലാതെ UDFന് ഒരു അഡ്വാൻറ്റേജ് ലഭിക്കുന്നത്. അതായത് കേരളത്തിലെ ജനങ്ങൾ മനസ്സിലാക്കുന്നു ദേശീയ രാഷ്ട്രീയത്തിൽ LDFന് ഒരു പങ്കുമില്ല എന്നുള്ള കാര്യം. അതുകൊണ്ടാണ് കോൺഗ്രസ് വിജയിക്കുന്നതെന്നാണ് പറഞ്ഞു വരുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് LDFനെ മാറ്റി നിർത്തി കോൺഗ്രസിൻ്റെയും BJPയുടെയും കാര്യം നമുക്കെടുക്കാം. അല്ലെങ്കിൽ NDAയുടെയും INDA സഖ്യം എന്ന് പറയുമ്പോൾ കേരളത്തിൽ INDA സഖ്യത്തിൽ CPM ഇല്ല, അല്ലെങ്കിൽ UDF നമുക്ക് എളുപ്പത്തിൽ പറയാം. അങ്ങനെയെങ്കിൽ NDAയുടെയും UDFൻ്റെയും കാര്യം എടുത്തു കഴിഞ്ഞാൽ എന്തുകൊണ്ട് UDFനൊപ്പം NDAയിൽ ആളുകൾ വിശ്വസിക്കാതെ പോകുന്നു? ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, പ്രത്യേകിച്ച് ഇടതുപക്ഷത്തിന്റെ എന്തുകൊണ്ടാണ് ഇടതുപക്ഷം നാഷണൽ ലെവലിൽ ഒരു ഫോഴ്സ് ആവാത്തത് എന്നതിനുള്ള ഉത്തരവും കൂടെ പറയണമെന്ന് തോന്നുന്നു. ഈ തെരഞ്ഞെടുപ്പിൽ ഒരു നല്ല പെർഫോമൻസ് സാധിച്ചില്ലെങ്കിൽ CPMന്റെ പാർട്ടി ചിഹ്നവും നാഷണൽ പാർട്ടി എന്ന സ്റ്റാറ്റസും ഇതോടെ നഷ്ടപ്പെടും. CPI കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യയുടെ നാഷണൽ പാർട്ടി സ്റ്റാറ്റസ് ഓൾറെഡി പോയിട്ടുണ്ട്. ഇനി അവശേഷിക്കുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടി CPM ആണ്. അത് ഇപ്പോൾ ഒരു രാഷ്ട്രീയ പാർട്ടിയെ നാഷണൽ പാർട്ടിയായി അംഗീകരിക്കണമെങ്കിൽ ചില നിബന്ധനകളുണ്ട്. അതിൽ ഒരു നിബന്ധന, ആ രാഷ്ട്രീയ പാർട്ടിക്ക് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 11 സീറ്റുകൾ ലഭിക്കണം. ഈ 11 സീറ്റ് 3 സംസ്ഥാനങ്ങളിൽ നിന്നാണ് ലഭിക്കേണ്ടത്. അല്ലെങ്കിൽ ഈ രാഷ്ട്രീയ പാർട്ടിയെ 4 സംസ്ഥാനങ്ങളിലെ സംസ്ഥാന പാർട്ടിയായി അംഗീകരിക്കണം. അതും അല്ലെങ്കിൽ 4 ലോക്സഭാ സീറ്റും 6% വോട്ടും ഇവർക്ക് ലഭിക്കണം 4 സംസ്ഥാനങ്ങളിൽ. അപ്പോൾ CPMന് ഇതിൽ ഏതെങ്കിലും ഒരു നിബന്ധന ലേക്ക് എത്താൻ സാധിക്കും എന്ന് തോന്നുന്നില്ല. അതുകൊണ്ടാണ് ഇത്തവണ CPMന് നാഷണൽ പാർട്ടി പോലും സ്റ്റാറ്റസ് പോലും നഷ്ടപ്പെടുമെന്നും അദ്ദേഹം AK ബാലൻ ഒരു കാര്യം പറഞ്ഞിരുന്നു. ചിലപ്പോൾ പെരിച്ചായിയുടെ ചിഹ്നത്തിലേക്ക് മത്സരിക്കേണ്ടി വരുമെന്ന് പറഞ്ഞിരുന്നു. കാരണം ഈ നാഷണൽ പാർട്ടി സ്റ്റാറ്റസ് പോയി കഴിഞ്ഞാൽ അവരുടെ ചിഹ്നവും പോകും. അതുകൊണ്ടാണ്. പിന്നെ LDFന്റെ സാധ്യത അതുകൊണ്ട് തന്നെ അടഞ്ഞിരിക്കുന്നു. നമ്മൾ നാഷണൽ പൊളിറ്റിക്സിലേക്ക് വരുമ്പോൾ നാച്ചുറലി ഇന്ത്യ സഖ്യം BJP വിരുദ്ധ സഖ്യമാണ് ഇന്ത്യ സഖ്യം. NDAയിൽ ഇല്ലാത്ത രാഷ്ട്രീയ പാർട്ടികൾ ഒരുപാട് ചേർന്നു. പക്ഷേ ഇതിൻ്റെ ഒരു ബേസിക് പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഒരു കോമൺ മിനിമം പ്രോഗ്രാമോ അല്ലെങ്കിൽ ഒരു ഐഡിയോളജിയോ ഇല്ലാതെ ഒരു സഖ്യത്തിന് നിലനിന്ന് പോകാൻ സാധിക്കില്ല. അതിൽ ഏറ്റവും നല്ല എക്സാമ്പിളാണ് പ്രത്യേകിച്ച് ബംഗാളിൽ ഏറ്റവും ശക്തമായ പാർട്ടി തൃണമൂൽ കോൺഗ്രസ് ആണ്. ഈ തൃണമൂൽ കോൺഗ്രസ് ഇന്ത്യ സഖ്യത്തിന്റെ ഭാഗമല്ല. പ്രത്യേകിച്ച് YSRCP ആന്ധ്രാപ്രദേശിൽ വലിയൊരു പാർട്ടിയാണ്, പക്ഷെ അവരും ഇവരുടെ ഭാഗമല്ല. അങ്ങനെ പല സംസ്ഥാനങ്ങൾ, ഉത്തർപ്രദേശിൽ സമാജ്വാദി പാർട്ടി INDA സഖ്യത്തിന്റെ ഭാഗമാണ്, പക്ഷേ ബഹുജൻ സമാജ് പാർട്ടി ഉണ്ട് അവിടെ, അവരും ഇതിൽ ഭാഗമാകുന്നില്ല. അതുകൊണ്ട് തന്നെ പ്രതിപക്ഷ കക്ഷികളെ ഒന്നിപ്പിച്ച് കൊണ്ടുവരാൻ ഇവർക്ക് സാധിച്ചിട്ടില്ല എന്നത് പറയാം. അത് മാത്രമല്ല 1990 ഗണേഷ് പറഞ്ഞു വരുന്നത് ദേശീയ തലത്തിൽ CPMന് വലിയ പ്രാധാന്യമൊന്നുമില്ല. ആ കാര്യം കേരളത്തിലുള്ളവർ മനസ്സിലാക്കുന്നു എന്നാണ്. അതുകൊണ്ടാണ് സംഘടനാ ചലനം കാര്യമായിട്ട് UDFന് ഇല്ലാഞ്ഞിട്ട് പോലും കേരളത്തിലുള്ളവർ UDFന് വോട്ട് ചെയ്ത് വിജയിപ്പിക്കാൻ ശ്രമിക്കുന്നത്.
പക്ഷേ ദേശീയ തലത്തിൽ ഉൾപ്പെടെ കേരളത്തിൽ ഉൾപ്പെടെ മാധ്യമങ്ങൾ നടത്തിയ സർവേ ഫലങ്ങളിൽ BJP തന്നെ വീണ്ടും അധികാരത്തിൽ വരുമെന്നാണ് പറയുന്നത്. ദേശീയ തലത്തിൽ അധികാരത്തിൽ BJP വരുമെന്ന് എല്ലാവരും ഉറപ്പായിട്ടും പറയുമ്പോഴും എന്തുകൊണ്ടാണ് തോൽക്കാൻ അല്ലെങ്കിൽ അധികാരത്തിൽ വരില്ലാത്തൊരു പാർട്ടിയെ വിജയിപ്പിക്കാൻ വേണ്ടിയിട്ട് കേരളത്തിലുള്ളവർ ശ്രമിക്കുന്നത്? അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം BJP വിരുദ്ധ വോട്ടുകൾ കേരളത്തിൽ വളരെ അധികമുണ്ട്. നമ്മൾ കേരളത്തിന്റെ ഡെമോഗ്രഫി തന്നെ പരിശോധിക്കുമ്പോൾ ഇവിടെ ഏകദേശം 50% ഹിന്ദു പോപ്പുലേഷൻ, 30% മുസ്ലിം പോപ്പുലേഷൻ, 20% ക്രിസ്ത്യൻ പോപ്പുലേഷൻ. സോ മൈനോറിറ്റി തന്നെ 50% ഉണ്ട് കേരളത്തിൽ. അതുകൊണ്ട് തന്നെ BJP വിരുദ്ധതയാണ് പല മൈനോറിറ്റി കമ്മ്യൂണിറ്റിയിലും ഉള്ളത് എന്നത് റിയാലിറ്റിയാണ്. അതുകൊണ്ട് തന്നെ പക്ഷെ BJP വോട്ട് ശതമാനം ഓരോ തിരഞ്ഞെടുപ്പ് കഴിയുമ്പോഴും കേരളത്തിൽ വർദ്ധിപ്പിക്കുന്നുണ്ട് എന്ന ഒരു യാഥാർത്ഥ്യമുണ്ട്. പ്രത്യേകിച്ച് ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി ഔട്ട്റീച്ച് പ്രോഗ്രാംസ് ഒക്കെ, സ്നേഹയാത്ര പോലുള്ള പദ്ധതികൾ BJPയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവുന്നുണ്ട്. അതുകൊണ്ടാണ് കേരളത്തിൽ ഒരു സീറ്റ് നേടുക എന്ന് പറയുന്നത് BJPയെ സംബന്ധിച്ചിടത്തോളം ഉത്തർപ്രദേശിൽ 10 സീറ്റ് ലഭിക്കുന്ന ആ ഒരു വാല്യൂ ആണ് അവർ കൊടുക്കുന്നത്. അതുകൊണ്ടാണ് ഇത്രത്തോളം എഫേർട്ട് കേരളത്തിൽ, ഇപ്പം പ്രധാനമന്ത്രി തന്നെ പലപ്പോഴും കേരളത്തിലേക്ക് എത്തുന്നത് അതുകൊണ്ടാണ്. ഇതുവരെ സീറ്റില്ല, പക്ഷെ ജയിക്കുക, ആ ഒരു അപ്രോച്ച് തന്നെയാണ് BJPക്ക് തമിഴ്നാടിനോടുമുള്ളത്. അതുകൊണ്ടാണ് BJP എഫേർട്ട് കൊടുക്കുന്നത് കേരളത്തിന് ഇത്രയാണ്. പക്ഷേ BJP വിരുദ്ധ വോട്ടുകൾ കൺസോളിഡേറ്റ് ആയി അതുകൊണ്ടാണ് UDFിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. LDF വലിയൊരു ഫാക്ടർ അല്ല എന്നതുകൊണ്ടാണ് ചിലപ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ LDFന് വോട്ട് ചെയ്യുന്നവർ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ UDFിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. അല്ല കൃഷി, എൻ്റെ സംശയം ഇതാണ്, ഈ UDFിലേക്ക് പോകുന്ന വോട്ടുകൾ എന്ന് പറയുമ്പോൾ ഈ BJP വിരുദ്ധത എന്ന് പറയുന്നത് എന്താണ്? ഇവിടെ മനസ്സിലുള്ള BJP വിരുദ്ധത അതിലേറ്റവും പ്രധാനപ്പെട്ടത് കേരളത്തിന്റെ ഒരു രാഷ്ട്രീയ ചരിത്രമുണ്ട്. ഇത് ഇടതുപക്ഷത്തിന് വലിയ രീതിയിൽ സ്വാധീനമുള്ള ഒരു മണ്ണാണ് കേരളം. പിന്നെ അതുകൊണ്ട് അത് മാത്രമല്ല, ഇപ്പോൾ BJPക്ക് പല സംസ്ഥാനങ്ങളിലും BJP വളരെ വേഗം വളർച്ച പ്രാപിക്കുന്നുണ്ട്. പക്ഷെ കേരളത്തിൽ BJPയുടെ സംഘടനാ സംവിധാനത്തിന്റെ ഒരു പ്രശ്നം കൂടെയുണ്ട് അതിനകത്ത്. കാരണം ഒരു തെരഞ്ഞെടുപ്പ് ജയിക്കുക എന്നുള്ള അത് ഒരു എളുപ്പമുള്ള ഫാക്ടർ അല്ല. ഉത്തർപ്രദേശിലെ പോലെയോ അല്ലെങ്കിൽ ഉത്തരേന്ത്യ പോലെയോ ഒരു വേവ് കേരളത്തിൽ ഉണ്ടാവില്ല. കേരളത്തിൽ കൃത്യമായ രാഷ്ട്രീയ ഉള്ള ഒരു സംസ്ഥാനമാണ് കേരളം. അപ്പോൾ അവിടേക്ക് വേണ്ട വർക്കുകൾ അല്ലെങ്കിൽ അവിടേക്ക് വേണ്ട ഒരു തിരഞ്ഞെടുപ്പ് ജയിക്കാൻ വേണ്ട പ്രവൃത്തികൾ BJPയുടെ ഭാഗത്ത് നിന്നും കൂടി ഉണ്ടാവേണ്ടതാണ്. ഗണേശ്, സംഘടനാപരമായിട്ടുള്ള കാര്യങ്ങൾ മാറ്റി നിർത്തി കഴിഞ്ഞാൽ എന്തുകൊണ്ടാണ് കേരളത്തിലുള്ള ജനങ്ങൾ BJPയെ സ്വീകരിക്കാത്തത്? അതാണ് ഒരു പ്രാധാന്യമുള്ള ഒരു ക്വസ്റ്റ്യൻ. കാരണം അധികാരത്തിൽ വീണ്ടും BJP വരാൻ പോകുന്നു, 3ാം ഘട്ടവും BJP വരാൻ പോകുന്നത്. അപ്പോൾ അധികാരത്തിൽ വരുന്ന ഒരു കക്ഷിക്കൊപ്പം കേരളത്തിൽ ജനങ്ങൾ ചിന്തിക്കാതെ പോകുന്നത് എന്തുകൊണ്ടാണ്? ഞാൻ മനസ്സിലാക്കുന്നത് കേരള സംസ്ഥാനത്തിന്റെ രൂപീകരണം മുതൽ തന്നെ ഇവിടെ പ്രബലമായ 2 മുന്നണികളുണ്ട്. LDF ഉണ്ട്, ഐക്യജനാധിപത്യ മുന്നണിയും ഇടതുപക്ഷ മുന്നണിയും. ഈ ഒരു 3ാം മുന്നണിയുടെ ഒരു സ്പേസിലേക്കാണ് BJPയും NDAയും കടന്നു വരുന്നത്. ഇത്രയും നാളും BJP എന്നുള്ള മാത്രം ആയിരുന്നു മത്സരിച്ചുകൊണ്ടിരുന്നത്. 2014 മുതലാണ് NDA എന്നുള്ള ഒരു മുന്നണി കൂടി രൂപീകരിക്കപ്പെട്ടത്. ഇതിൽ ഏറ്റവും പ്രശ്നം വെച്ചാൽ ഈ ഒരു കടന്നുകയറ്റം, ഈ LDFും UDFും വെച്ചുകൊണ്ടിരിക്കുന്ന ആ സ്പേസിലേക്ക് ഒരു കടന്നുകയറ്റം നടത്താനുള്ള ഒരു കൈനറ്റിക് എനർജി വേണം. ഒരു എനർജി ഉണ്ടെങ്കിൽ മാത്രമേ അതിലേക്ക് പെനിട്രേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അതിൽ സംഘടനാ സംവിധാനം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. പക്ഷേ ഞാൻ പറഞ്ഞില്ലേ, രാഷ്ട്രീയ സാഹചര്യം ഇപ്പോൾ 2014, 2019 വലിയ രീതിയിൽ ഒരു മുന്നേറ്റം BJPക്ക് ഇന്ത്യ മുഴുവൻ കൊണ്ടുവരാൻ സാധിച്ചു. പക്ഷെ കേരളം ഈ ട്രെൻഡിനോട് മുഖം തിരിച്ചാണ് നിൽക്കുന്നത്. അതിൽ പല ഫാക്ടേഴ്സ് ഉണ്ട്. അതിനകത്ത് ഡെമോഗ്രഫി ഒരു ഫാക്ടറാണ്, പിന്നെ ഇവിടുത്തെ രാഷ്ട്രീയം ഒരു ഫാക്ടറാണ്. ഇവിടെ അങ്ങനെ പല ഫാക്ടേഴ്സ് കൂടി കൊണ്ടാണ് BJPക്ക് പെട്ടെന്നൊരു വളർച്ച കേരളത്തിൽ ഉണ്ടാവാത്തത്. പക്ഷേ വളർച്ചയ്ക്കുള്ള സാധ്യതകൾ എല്ലാം ഇപ്പോൾ തെളിയുന്നുണ്ട്. ദേശീയ രാഷ്ട്രീയത്തിൽ കേരളത്തിൽ ഉൾപ്പെടെ BJP സീറ്റുകൾ നേടുമെന്നാണ് പറയുന്നത്. BJPയുടെ ഏറ്റവും വലിയ അവകാശവാദം 400-ലധികം സീറ്റുകൾ ലഭിക്കുമെന്നാണ്. 370ഓളം സീറ്റ് BJP തനിച്ച് നേടുമെന്നാണ്. മോദിയുടെ ആഗ്രഹവും അതുതന്നെയാണ്. എങ്ങനെയാണ് ഗണേശ് ഈ കാര്യത്തെ കാണുന്നത്? 400 എന്ന ടാർഗറ്റ് വളരെ അംബീഷ്യസ് ആയിട്ടുള്ള ഒരു ടാർഗറ്റാണ്. പ്രത്യേകിച്ച് NDA സഖ്യത്തിലേക്ക് അത്രയും സീറ്റ് ലഭിക്കുക എന്നുള്ളത് പ്രായോഗികം അല്ല. ഒരു പൊളിറ്റിക്കൽ ടേംസ് വളരെ അംബീഷ്യസ് ആണ്. 400 സീറ്റ് കടന്നത് ഒരു തെരഞ്ഞെടുപ്പിലെ ഒരു രാഷ്ട്രീയ പാർട്ടി കടന്നിട്ടുള്ളൂ. അത് 1984 ലോക്സഭാ തെരഞ്ഞെടുപ്പിലാണ്. അതിന് പ്രത്യേക സാഹചര്യമുണ്ട് അതിന്. കാരണം ഇന്ദിരാഗാന്ധി ഖാലിസ്ഥാൻ തീവ്രവാദികളാൽ അവരുടെ സ്വന്തം ബോഡി ഗാർഡ്, ഖാലിസ്ഥാനികളായ അവരുടെ സ്വന്തം ബോഡി ഗാർഡുകളാൽ കൊല്ലപ്പെട്ട
അതിനുശേഷം നടന്ന തെരഞ്ഞെടുപ്പിൽ അവരുടെ മകൻ രാജീവ് ഗാന്ധിയാണ് 400 സീറ്റിൽ കൂടുതൽ നേടി 50%-ലധികം സീറ്റും വോട്ടും അദ്ദേഹത്തിന് ലഭിച്ചിരുന്നു. പക്ഷെ അതുപോലെ ഒരു വൈകാരിക പരിസരം ഈ 2024 ഇല്ല. പ്രത്യേകിച്ച് BJPയുടെ ഏറ്റവും ഇമ്പോർട്ടന്റ് ഇഷ്യൂസ് ആയിരുന്നു, ഒന്ന് രാമജന്മഭൂമി ഇഷ്യൂ, 2 ആർട്ടിക്കിൾ 370 കശ്മീരിന് സ്പെഷ്യൽ അധികാരങ്ങൾ കൊടുത്തിരുന്ന ആർട്ടിക്കിൾ 370 അബ്രോഗേഷനായിട്ട് ബന്ധപ്പെട്ടൊക്കെയായിരുന്നു ഏറ്റവും വൈകാരിക ഇഷ്യൂസ്. ഇത് രണ്ടും കഴിഞ്ഞു. യൂണിഫോം സിവിൽ കോഡോ അല്ലെങ്കിൽ സിറ്റിസൺഷിപ്പ് അമെൻഡ്മെന്റ് ആക്ടോ അത്രത്തോളം വൈകാരികത സൃഷ്ടിക്കാൻ സാധിച്ചിട്ടില്ല. ഒരുപക്ഷെ ഈ തെരഞ്ഞെടുപ്പിൽ BJP അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയ പ്രതിസന്ധിയും ഇത് തന്നെയാണ്, ഒരു വൈകാരിക ഇഷ്യൂ ഇല്ലാതെ പോകുന്നത്. അത് മാത്രം അല്ല, ഈ പല സംസ്ഥാനങ്ങളിലും ഇപ്പോൾ ആന്റി ഇൻകംബൻസി കേരളത്തിൽ മാത്രമല്ല കേന്ദ്രത്തിലും ഈ ഭരണവിരുദ്ധ വികാരം ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. ഇപ്പോൾ പല സംസ്ഥാനങ്ങൾ നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഹരിയാനയിൽ ഒരു പൊളിറ്റിക്കൽ ക്രൈസിസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. കാരണം BJPക്ക് പിന്തുണ കൊടുത്തിരുന്ന 3 സ്വതന്ത്ര MLA-മാർ അവരുടെ പിന്തുണ പിൻവലിച്ച് അവർ കോൺഗ്രസിന് പിന്തുണ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അങ്ങനെ അവർ ഇപ്പോൾ BJP ഹിമാചൽ പ്രദേശിൽ ഒരു സർക്കാർ അട്ടിമറി ശ്രമം നടത്തി, പക്ഷേ അവിടെ അത് വിജയം കണ്ടില്ല. അപ്പോൾ തിരിച്ചടികളും പല ഭാഗങ്ങളിലും BJPക്ക് സംഭവിക്കുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ പല സംസ്ഥാനങ്ങളിലും സീറ്റുകൾ കുറയാനുള്ള സാധ്യത കൽപ്പിക്കുന്നുണ്ട്. കർണാടക 2019 ലോക്സഭ തെരഞ്ഞെടുപ്പിൽ 25 സീറ്റാണ് BJPക്ക് കർണാടകയിൽ നിന്ന് കിട്ടിയത്, ഔട്ട് ഓഫ് 28. 28-ൽ 25. അപ്പോൾ ഇപ്പോൾ അവിടെ കോൺഗ്രസ് ആണ് ഭരിക്കുന്നത്. ഒരുപക്ഷെ ഇത്രത്തോളം സീറ്റുകൾ അവിടെ ലഭിക്കില്ല എന്ന ഒരു ചർച്ച ഇപ്പോൾ ഉണ്ട്. പ്രത്യേകിച്ച് BJP സഖ്യകക്ഷിയായ ജനതാദൾ സെക്യുലറിന്റെ ഒരു നേതാവിന്റെ കുറെ വീഡിയോസ് ഒക്കെ പുറത്തു വന്നു. അദ്ദേഹം ഹസൻ എന്ന ലോക്സഭാ കോൺസ്റ്റിറ്റ്യുവൻസിയിലെ NDAയുടെ സ്ഥാനാർത്ഥി കൂടിയാണ്, പ്രജ്വൽ രേവണ്ണ എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. അപ്പോൾ ഇതുപോലെ പല സംസ്ഥാനങ്ങളിലും BJPക്ക് സീറ്റ് കുറയുമെന്ന അവലോകനമുണ്ട്. പക്ഷെ അതുപോലെ തന്നെ ബംഗാൾ, ഒഡീഷ, ആന്ധ്രാപ്രദേശ്, തമിഴ്നാട് ഇതുപോലെ സംസ്ഥാനങ്ങൾ BJPക്ക് കൂടുതൽ സീറ്റ്, ഈ നഷ്ടപ്പെടുന്ന സീറ്റുകളുടെ ടാലി ഇവിടെ കൊണ്ട് നികത്താനാവും എന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ BJPക്ക് ഒരു 320 സീറ്റ് വരെ പോവാൻ സാധിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. NDAക്ക് ടോട്ടൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ BJP മത്സരിക്കുന്നത് 443 ലോക്സഭാ സീറ്റുകളിലേക്കാണ്. 543 ലോക്സഭാ സീറ്റുകളാണ് ഇന്ത്യയിലുള്ളത്. അപ്പോൾ 100 സീറ്റുകൾ BJPയുടെ സഖ്യകക്ഷികളാണ് മത്സരിക്കുന്നത്. അപ്പോൾ അതിൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ സഖ്യകക്ഷികൾ മത്സരിക്കുന്നത് സീറ്റുകളുള്ളത് തമിഴ്നാട്ടിലും മഹാരാഷ്ട്രയിലും ആണ്. പ്രത്യേകിച്ച് കർണാടകയിൽ JDS 3 സീറ്റിലേ മത്സരിക്കുന്നുള്ളൂ. അങ്ങനെ ചെറിയ ചെറിയ സീറ്റുകളാണ് ഇവർക്ക് നൽകിയിരിക്കുന്നത്. അപ്പോൾ ഈ എല്ലാവരും കൂടെ ചേർന്ന് ഒരു 30-35 സീറ്റിലേക്ക് എത്താൻ സാധിക്കും. ഒരു BJP പ്ലസ് ബാക്കി സഖ്യകക്ഷികൾ NDA ഒരു 350 മുതൽ 360 സീറ്റ് വരെ എത്താൻ സാധിക്കുമെന്നാണ് ഞാൻ വിലയിരുത്തുന്നത്. അതായത് മൂന്നാമതും മോദി സർക്കാർ തന്നെ വരുമെന്നാണ് ഗണേഷ് പറയുന്നത്. അതെ, മൂന്നാമതും മോദി സർക്കാർ തന്നെ വരും എന്ന് തന്നെയാണ്. ഞാൻ മാത്രമല്ല, ഇവിടെ നടന്ന ഒപ്പീനിയൻ സർവേകൾ, ഏജൻസികളൊക്കെ അവർ കണ്ടെത്തലും ഇത് തന്നെയാണ്. നമ്മുടെ രാജ്യത്തെ ഒരു പബ്ലിക് മൂഡും അത് തന്നെയാണ്. അപ്പോൾ കോൺഗ്രസ് സ്ഥിതി കഴിഞ്ഞ ഇലക്ഷനേക്കാളും പരിതാപകരമായിരിക്കുമോ, അത് സീറ്റ് മെച്ചപ്പെടുത്തുമോ? 2014 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് 44 സീറ്റാണ് ലഭിച്ചത്. 2019 ഇത് 52 സീറ്റായി. പക്ഷേ 2 ടേമിലും ലീഡർ ഓഫ് ഓപ്പോസിഷൻ എന്ന ഒരു അംഗീകൃത പദവിയിലേക്ക് എത്താൻ ഇവർക്ക് സാധിച്ചില്ല. കാരണം 10% സീറ്റുകൾ ഉണ്ടെങ്കിൽ 543-ലെ 10%, 54 ലോക്സഭാ സീറ്റുകൾ ഉണ്ടെങ്കിൽ മാത്രമേ ഈ ലീഡർ ഓഫ് ഓപ്പോസിഷൻ എന്നുള്ള ഔദ്യോഗിക പദവി ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ നേതാവിന് കിട്ടുകയുള്ളൂ. അപ്പോൾ 2 തവണയും കോൺഗ്രസിന് പറ്റിയില്ല. ഇപ്പോഴും ഈ തെരഞ്ഞെടുപ്പിലും കോൺഗ്രസിന് വലിയ വളർച്ച ഉണ്ടാവാനുള്ള ഒരു സാധ്യതയും കൽപ്പിക്കുന്നില്ല. അതിന് പല കാരണങ്ങളുണ്ട്. ഒന്ന്, കോൺഗ്രസിലെ ഒരു നേതൃദാരിദ്ര്യം വലിയ കഷ്ടമാണ് കോൺഗ്രസിന്റെ കാര്യം. പിന്നെ കോൺഗ്രസിൽ നേതാക്കന്മാരാവാൻ സാധ്യതയുള്ള ആൾക്കാരൊക്കെ ഇപ്പോൾ BJPയിൽ അംഗത്വം എടുത്തിരിക്കുകയാണ്. പ്രത്യേകിച്ച് ജ്യോതിരാദിത്യ സിന്ധ്യ പോലുള്ള ആൾക്കാർ, ഉത്തർപ്രദേശിലെ ജിതൻ പ്രസാദയെ പോലുള്ള ആൾക്കാർ, അങ്ങനെ ഒരുപാട്, മിലൻ ദിയോറ ഇപ്പോൾ ശിവസേനയിൽ ചേരാൻ പോകുന്നു. അങ്ങനെ പല നേതാക്കന്മാരും കോൺഗ്രസ് പാർട്ടി ഉപേക്ഷിച്ച മട്ടാണ്. ഒരു യുവ നേതാവ് ഇപ്പോൾ കോൺഗ്രസിനുണ്ട് എന്ന് പറയാൻ പറ്റുന്നത് രാജസ്ഥാനിലെ സച്ചിൻ പൈലറ്റ് മാത്രമാണ്. അവിടെയും സർക്കാർ ഇത്തവണ ഇലക്ഷൻ നടന്നു, അവിടെയും കോൺഗ്രസ് പരാജയപ്പെട്ടു. അപ്പോൾ കോൺഗ്രസിന് വലിയ രീതിയിൽ ഒരു നേതൃദാരിദ്ര്യമുണ്ട്. അത് മാത്രമല്ല, ഉത്തരേന്ത്യയിൽ കോൺഗ്രസ് ഏകദേശം ഫിനിഷ്ഡ് ആണ്. അത് കാരണം ഇപ്പോൾ ദേശീയ രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട് പറയാറുണ്ട്, ഉത്തർപ്രദേശും ബീഹാറും ആര് ജയിക്കുന്നോ അവരായിരിക്കും ഇന്ത്യ ഭരിക്കുക എന്ന്. BJPക്ക് ഏറ്റവും കൂടുതൽ സീറ്റ് ഈ തെരഞ്ഞെടുപ്പിൽ കിട്ടാൻ പോകുന്ന ഉത്തർപ്രദേശിലും ബീഹാറിൽ നിന്നുമാണ്. അവിടെ കോൺഗ്രസ് ഒരു ശക്തമായ കാൻഡിഡേറ്റ്
ലിസ്റ്റ് പോലും കോൺഗ്രസിന്റെ കയ്യിലില്ല. അവിടെ ഉത്തർപ്രദേശിൽ 80 ലോക്സഭാ സീറ്റുകളാണ് ഉള്ളത്. അവിടെ 62 ലോക്സഭാ സീറ്റിലും സമാജ്വാദി പാർട്ടിയാണ് മത്സരിക്കുന്നത്. 18 സീറ്റിൽ മാത്രമേ ഉള്ളൂ കോൺഗ്രസ് മത്സരിക്കുന്നുള്ളൂ. അപ്പോൾ അതൊക്കെ കൊണ്ട് തന്നെ കോൺഗ്രസ് ഒരു ശക്തമായ സാന്നിധ്യമല്ല ഉത്തരേന്ത്യയിൽ. അത് മാത്രമല്ല, ഏറ്റവും പ്രധാനപ്പെട്ടത് രാഹുൽ ഗാന്ധി അമേഠിയിൽ മത്സരിക്കാതെ റായ്ബറേലിയിൽ മത്സരിക്കുന്നതാണ്. അത് വലിയൊരു പ്രതിസന്ധിയാണ്. 2014 സ്മൃതി ഇറാനി അവിടെ പരാജയപ്പെട്ടു. അവർ അവിടെ താമസിച്ച് ജനങ്ങളുമായി ഇടപെട്ടാണ് അവർ രാഷ്ട്രീയ പ്രവർത്തനം നയിച്ചത്. 2019 50,000-ൽ പരം വോട്ടിനാണ് രാഹുൽ ഗാന്ധിയെ പരാജയപ്പെടുത്തിയത്. പക്ഷെ അതിനുശേഷം 2019 ശേഷം രാഹുൽ ഗാന്ധി വയനാട്ടിലെ MP ആയി. അദ്ദേഹം അമേഠിയായുള്ള എല്ലാ ബന്ധവും വിച്ഛേദിച്ചു. ഇപ്പോൾ അദ്ദേഹം റായ്ബറേലിയിലെ കാൻഡിഡേറ്റ് ആയാണ് വരുന്നത്. അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ കോൺഗ്രസിൽ ഒരു ശക്തിക്കുറവ് അല്ലെങ്കിൽ ജയസാധ്യത അവർ പോലും കൽപ്പിക്കുന്നില്ല എന്ന് നമുക്ക് അനുമാനിക്കേണ്ടി വരും. ദേശീയ രാഷ്ട്രീയം ഈ രീതിയിൽ മൂന്നി തുടരുകയാണെങ്കിൽ ഭാവിയിൽ കോൺഗ്രസ് സ്ഥിതി എങ്ങനെയായിരിക്കുമെന്നാണ് താങ്കൾ വിശ്വസിക്കുന്നത്? നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും കോൺഗ്രസിന് ശക്തമായ ഒരു അടിത്തറ ഇപ്പോഴുമുണ്ട്. 2014 തെരഞ്ഞെടുപ്പിലും 2019 തെരഞ്ഞെടുപ്പിലും 19%, 19-20 ഇടയ്ക്ക് ശതമാനത്തോളം വോട്ട് കോൺഗ്രസിന് ലഭിച്ചിരുന്നു. ഇപ്പോഴും BJPക്ക് ആസ് ആൻ ഓൾട്ടർനേറ്റീവ് കോൺഗ്രസ് തന്നെയാണ് നിൽക്കുന്നത്. പക്ഷെ തുടർച്ചയായുള്ള പരാജയം ഏതൊരു രാഷ്ട്രീയ പാർട്ടിയെയും ക്ഷീണിപ്പിക്കും. കോൺഗ്രസിന് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യതയാണ് കാണുന്നത്. കാരണം എല്ലാ രാഷ്ട്രീയക്കാരനും സ്വന്തം ഫ്യൂച്ചറിനെ പറ്റി അവർ ചിന്തിക്കും. അപ്പോൾ ഫ്യൂച്ചർ ഇല്ലാത്ത ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ കൂടെ എന്തിനു നിൽക്കണം എന്ന ചിന്ത വന്നു കഴിഞ്ഞാൽ വലിയ രീതിയിൽ കൊഴിഞ്ഞുപോക്ക്, ഇപ്പോൾ ഉള്ളതുപോലെ കൊഴിഞ്ഞുപോക്ക് BJPയിലേക്ക് വരാൻ സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് കേരളം അവിടെ വലിയൊരു ഫാക്ടറാണ്. കാരണം കോൺഗ്രസിനെ ജയിക്കാൻ സാധ്യതയുള്ള ഒരു സംസ്ഥാനം കേരളമാണ് 2026-ൽ. പക്ഷെ തുടർച്ചയുള്ള ഒരു പരാജയത്തിൽ മനന്നൊന്ത് അല്ലെങ്കിൽ അത് അംഗീകരിക്കാനാവാതെ ഈ പല നേതാക്കന്മാർ BJPയിലേക്ക് മറുകണ്ഠം ചാടിയാൽ കോൺഗ്രസിന്റെ അവസ്ഥ കേരളത്തിലും ദയനീയമാവും. അപ്പോൾ ദേശീയ തലത്തിൽ തന്നെ കോൺഗ്രസ് നശിച്ചു പോകുന്ന ഒരു അവസ്ഥയിലേക്ക് എത്താനാണ് സാധ്യത കൂടുതൽ. കോൺഗ്രസിന് ഇനി തിരിച്ചു വരവ് പ്രതീക്ഷയ്ക്ക് വെച്ച ഒരു നേതാക്കന്മാർ ഇന്നുണ്ടോ? നമ്മൾ ഇന്ത്യൻ രാഷ്ട്രീയത്തെ സൂക്ഷ്മമായി വിലയിരുത്തിയാൽ ഒരു റൂളും എല്ലാത്തിനും ഒരു സാച്ചുറേഷൻ ലിമിറ്റ് ഉണ്ട്. അത് കഴിഞ്ഞു കഴിഞ്ഞാൽ ആ എംപയർ തകരും. നമ്മൾ ഒരുപക്ഷെ ഇന്ദിരാഗാന്ധി ഇന്ത്യ ഭരിച്ചുകൊണ്ടിരുന്നപ്പോൾ ആരും വിചാരിച്ചു കാണില്ല ഇന്ദിരാഗാന്ധി ഒരു തെരഞ്ഞെടുപ്പ് പരാജയപ്പെടുമെന്നും മറ്റൊരു സർക്കാർ വരുമെന്നും. പക്ഷെ അത് സംഭവിച്ചു. ഒരു രാഷ്ട്രീയ പാർട്ടി ഒരുപാട് നാൾ കണ്ടിന്യൂസ്ലി ഒരുപക്ഷെ അതിനുശേഷം ഉണ്ടാവുക വലിയൊരു തകർച്ചയാണ്. ബംഗാളും ത്രിപുരയും ഒക്കെ നമ്മുടെ മുമ്പിലെ എക്സാമ്പിൾസ് ആണ്. അപ്പോൾ BJP ശിഷ്ടകാലം മുഴുവൻ BJP ഭരിക്കും എന്നൊന്നുമില്ല. പുതിയ ഓൾട്ടർനേറ്റീവ്സ് എമർജ് ചെയ്തുകൊണ്ടിരിക്കും. പക്ഷേ ആ ഓൾട്ടർനേറ്റീവ് കോൺഗ്രസ് ആയിരിക്കുമോ എന്ന ഒരു സംശയമാണ്. ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ ഫാമിലി കോൺഗ്രസിന്റെ ഈ ഹൈക്കമാൻഡ് കൾച്ചർ, പ്രത്യേകിച്ച് രാഹുൽ ഗാന്ധി, പ്രിയങ്ക ഗാന്ധി, സോണിയാഗാന്ധി, ഈ ഒരു കൾച്ചറിൽ നിന്ന് മാറാതെ കോൺഗ്രസിന് ഇനി ഒരു മുന്നേറ്റം പ്രായോഗികമല്ല. മൂന്നാമതും മോദി സർക്കാർ തന്നെ അധികാരത്തിൽ വന്നാൽ കേരളത്തിലും BJPക്ക് മാറ്റങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ടോ? ഏത് രീതിയിലുള്ള പ്രകടമായ മാറ്റങ്ങളാണ് ഗണേഷ് പ്രതീക്ഷിക്കുന്നത്? ഈ തെരഞ്ഞെടുപ്പ് കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ടതാണ് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഒന്ന് BJP കേരളത്തിൽ വഹിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വോട്ട് ശതമാനം ഇൻക്രീസ് ഉണ്ട്. ഒരു കാര്യം മനസ്സിലാക്കണം, കേരളത്തിലെ കംപ്ലീറ്റ് ഇക്കോസിസ്റ്റംസും BJPക്ക് എതിരാണ്. സാംസ്കാരിക രംഗമാണെങ്കിലും കലാരംഗമാണെങ്കിലും ഇവിടെ സിനിമാ മേഖലയാണെങ്കിലും ഒക്കെ BJP ഇപ്പോൾ പല സിനിമകളിലും BJP സംഘപരിവാർ ഇതെല്ലാത്തിനെയും റിഡിക്യൂൾ ചെയ്ത് കളിയാക്കിക്കൊണ്ടുള്ള സീനുകളൊക്കെ കാണാൻ പറ്റും. അപ്പോൾ അത്രത്തോളം വിരുദ്ധത നിറഞ്ഞ ഒരു സംസ്ഥാനത്ത് BJP വോട്ടിംഗ് ശതമാനത്തിൽ ഇൻക്രീസ് വരുത്തുന്നു എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട നോട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഇനിയിപ്പോൾ കേരളത്തിൽ BJPക്ക് അക്കൗണ്ട് തുറക്കാൻ സാധിച്ചില്ല എങ്കിൽ തന്നെ ഒരു 20% അടുത്ത് BJPക്ക് വോട്ട് ലഭിക്കുകയാണെങ്കിൽ വലിയ മാറ്റമായിരിക്കും കേരളത്തിൽ ഉണ്ടാവുക. പക്ഷെ അതിനനുസരിച്ച് BJPയും ചില കാര്യങ്ങൾ ചെയ്യേണ്ടി വരും. കാരണം ഇത് ലോക്സഭാ ഇലക്ഷൻ നാഷണൽ ഫിനോമിനൻ ആണ് ബേസിക്കലി. അടുത്ത തിരഞ്ഞെടുപ്പ് 2025-ലെ തദ്ദേശ തിരഞ്ഞെടുപ്പിൽ BJPക്ക് എത്രത്തോളം വാർഡ് മെമ്പർമാരുണ്ടാവും, കൗൺസിലർമാരുണ്ടാവും, എത്ര പേരെ ബ്ലോക്ക് പഞ്ചായത്തിലേക്കും ജില്ലാ പഞ്ചായത്തിലേക്കും ജയിപ്പിച്ചു വിടാൻ സാധിക്കും, ഇതൊക്കെയാണ് ബേസിക്കലി ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ഫൗണ്ടേഷൻ സ്ട്രോങ് ആക്കുന്നത്. അതിനുശേഷം അതിലൊരു വിക്ടറി ഉണ്ടായി കഴിഞ്ഞാൽ 2026-ലേക്ക് പോകാം. അല്ലാതെ കേരളം പോലെ സെൻസിറ്റീവ് ആയിട്ടുള്ള സംസ്ഥാനത്ത് പെട്ടെന്നൊരു വളർച്ച, ഒരുപാട് സീറ്റുകൾ 35 സീറ്റ് കിട്ടും, അതൊക്കെ പ്രാക്ടിക്കലി പോസിബിൾ അല്ല, റെട്ടറിക്കൽ മാത്രമാണത്. അപ്പോൾ ഈ
സൂചിക 2024 ലോക്സഭാ ഇലക്ഷൻ വലിയ പ്രാധാന്യമായിരിക്കും ഇതിന് ലഭിക്കുക. കേരളത്തിന് ഒരു കേന്ദ്രമന്ത്രി ലഭിക്കാനുള്ള ഏറ്റവും വലിയ സാധ്യത കൂടിയാണ്. കേരളത്തിൽ നിന്ന് ആര് BJPയുടെ ടിക്കറ്റിൽ നിന്ന് MP ആയാലും അവർക്ക് ഒരു ക്യാബിനറ്റിൽ ബെർത്ത് കിട്ടും എന്നൊരു പ്രോമിസും പ്രധാനമന്ത്രിയുടെ ഭാഗത്ത് ഉണ്ടായിരുന്നു. അപ്പോൾ ആരെങ്കിലും ജയിച്ചു കഴിഞ്ഞാൽ കേരളത്തിന് വലിയ വികസന പ്രവർത്തനങ്ങളൊക്കെ ഉണ്ടാവും. അതുപോലെ തന്നെ കേരളത്തിന്റെ രാഷ്ട്രീയവും വലിയ രീതിയിൽ മാറ്റം ഉണ്ടാവും എന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. ഈ ചർച്ചയിൽ നിന്നും മനസ്സിലാക്കിയത് ഗണേശിന്റെ അഭിപ്രായത്തിൽ മൂന്നാമതും BJP തന്നെ അധികാരത്തിൽ വരുമെന്നാണ്. 400-ലധികം സീറ്റ് എന്ന സ്വപ്നത്തിൽ എത്തിയില്ലെങ്കിൽ പോലും 360 സീറ്റ് NDA നേടുമെന്നും 320ഓളം സീറ്റ് BJP നേടുമെന്നുമാണ്. മറ്റൊരു കാര്യം, കഴിഞ്ഞ 2 ഇലക്ഷനിലെ പോലെ തന്നെ ഈ പ്രാവശ്യവും കോൺഗ്രസിന് പ്രതിപക്ഷ സ്ഥാനം അലങ്കരിക്കാൻ സാധ്യമാകില്ല എന്നുകൂടിയാണ്. മാത്രമല്ല, കേരളത്തിൻ്റെ ദേശീയ പാർട്ടിക്ക് ചിഹ്നം കൂടി നഷ്ടപ്പെടുന്ന ഒരു അവസ്ഥ ഉണ്ടാകാൻ പോകുകയാണ്. അടുത്തൊരു രാഷ്ട്രീയ വിഷയവുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി.